എന്തെങ്കിലും ഒരു വെറുക്കപ്പെട്ട കാര്യം മുന്നിട്ട് വന്നാൽ സുബ്ഹാനല്ലാഹ് നീ പറഞ്ഞോ മോളെ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. വല്ലാത്തൊരു പവറുള്ള മഹത്തരമായൊരു വചനമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ചൊല്ലി ലാ ഹൗല, ജീവിതമെപ്പോഴും സ്റ്റൈലാ. വല്ലാത്തൊരു പവറാണ്. ലാ സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട നിധിയല്ലേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. വല്ലാത്തൊരു പവറാണ്. ചെല്ലാൻ ടാക്സ് എടുക്കണ്ട, എത്രയും ചെല്ലാൻ, എത്രയും ചെല്ലാൻ പറ്റുന്ന മഹത്തരമായ വചനമാണ്. ദരിദ്ര രോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗലലെയും മുഴുവനും അതിനുള്ളതാ. 99 രോഗത്തിനിത് നല്ലതാ, ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ. ഇത് മുസ്തഫ നബി തന്നെ നിർദ്ദേശിച്ചതാ, ഇതിനുള്ള രുചിയും തിന്ന് തന്നറിയേണ്ടതാ. വല്ലാത്തൊരു പവറായത്. ദാരിദ്ര്യ രോഗം, ദാരിദ്ര്യം നീങ്ങാൻ, സമ്പത്ത് വരാൻ, ഐശ്വര്യം കടന്നു വരാൻ, എപ്പോഴും നിന്റെ ജീവിതത്തിൽ നീ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ചൊല്ലണേ മോളെ, ചൊല്ലണേ മോനെ. ലാ ഹൗല, വല്ലാത്ത പവറുള്ള മഹത്തരമായ ദിക്റാണ്. ബഹുമാനപ്പെട്ട അബുൽ ലൈസ് തങ്ങൾ പറയുകയാണ്, നാലാമതായി തങ്ങൾ പറഞ്ഞു ലാ ഹൗല നീ നിത്യമായ ജീവിതത്തിൽ നീ കൊണ്ടുവന്നോ. അഞ്ചാമതായി തങ്ങൾ പറയുന്നു, ഇദാ അറാദ ഫീലൻ ഓദൻ, നാളെ നീ ഒരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ, ഉദ്ദേശിക്കുമ്പോൾ നീ പറയണം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞോ എന്ന് പറഞ്ഞു. നാളെ ഞാൻ അങ്ങോട്ട് വരാം, നാളെ ആ പരിപാടിക്ക് എത്താം, ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് പറയുക, ഇൻഷാ അല്ലാഹ് പറഞ്ഞേക്കണം. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫായിലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. വലാ തഖൂലന്ന ലിശൈഇൻ, നബിയെ തങ്ങൾ പറയരുതേ, തങ്ങളെ ഇന്നി ഫായിലുൻ ദാലിക ഗദ, നാളെ ഞാനൊരു കാര്യം ചെയ്യും, തങ്ങൾ പറയരുത് ഇല്ലാ അൻ യശാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് കൂടാതെ. ഏതൊരു കാര്യവും നാളെ ചെയ്യുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഞാൻ വരാം, ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാം, ഇൻഷാ അല്ലാഹ് അങ്ങ് പറഞ്ഞേക്കണം. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറയുന്നു, ആറാമത് പറയുകയാണ്, ഇദാ അസ്വാബതു മുസീബത്തുൻ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കടന്നു വന്നാൽ അയ്യഖൂല പറയലാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത് നീ പറയുക. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് ഒരാൾ മരിച്ചത് കേട്ടാൽ ഇന്നാലില്ല പറയണം. പിന്നെ പലരും മനസ്സിലാക്കിയത് മരിച്ചാൽ മാത്രം, അത് കേട്ടാൽ മാത്രം ചെല്ലാനുള്ളതാണ്. അതിന് മാത്രമല്ല, ഏത് മുസീബത്ത്, പെട്ടെന്ന് കരണ്ടങ്ങ് പോയി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ചെരുപ്പിൻ്റെ വാറങ്ങ് പൊട്ടിപ്പോയി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ,
അങ്ങനെ മുസീബത്ത് ഏത് കടന്നു വരുന്ന സമയത്തും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അങ്ങനെ വേണമെന്നാണ്. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറും അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ ഇതോടൊപ്പം ഉണ്ടാകണം. സയ്യിദന അബുൽ ലൈസ് സമർഖന്ദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇസ്തിഗ്ഫാർ പൊറുക്കലിനെ തേടുന്നതാണല്ലോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇസ്തിഗ്ഫാർ വളരെ നല്ലതാണ്. നമുക്ക് ഐശ്വര്യം ഉണ്ടാവാൻ ഇസ്തിഗ്ഫാർ നല്ലതാണ്. ദോഷം പൊറുക്കാൻ ഇസ്തിഗ്ഫാർ നല്ലതാണ്. മഴ ലഭിക്കാൻ ഇസ്തിഗ്ഫാർ നല്ലതാണ്. ഇസ്തിഗ്ഫാർ കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ കഴിക്കാൻ കഴിയും. ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മുഅ്മിനീങ്ങളുടെ മഹത്വം പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. വബിൽ അസ്ഹാരി പാതിരാ സമയം ഹും യസ്തഗ്ഫിറൂൻ അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ് നബിയേ. പാതിരാ സമയം ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം നമ്മൾ ചൊല്ലുക. ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചൊല്ലി അസ്തഗ്ഫിറുല്ലാഹൽ അലീം വളരെയേറെ മഹത്വരമായൊരു വചനമാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പാതിരാ സമയത്ത് ഉറക്കില്ലെങ്കിൽ പിന്നെ ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചെയ്യുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹു തആല ദോഷം പൊറുക്കും, നമുക്കുള്ള വിഷമങ്ങൾ തീർത്തു തരും, അല്ലാഹു തആല വലിയ സ്ഥാനവും തരും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അതുകൊണ്ടാ മഹാന്മാരൊക്കെയും മഹാന്മാരായിത്തീരുന്നത്. അല്ലാഹ് പുറത്തു തരാൻ തയ്യാറാണ്. ദോഷങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു തരാൻ തയ്യാറാണ്. നമ്മളൊന്ന് ഒരുങ്ങാൻ റെഡിയാണെങ്കിൽ ഒരു മാറ്റവും ഒരു സംശയവുമില്ല. നമ്മുടെ ഇടപെടൽ പോലെ തന്നെയാണ് അല്ലാഹു തആല ഇടപെടുക എന്നാണ്. നമ്മുടെ മനസ്സിൻ്റെ ആഴം പോലെ അല്ലാഹു തൗബ അങ്ങ് സ്വീകരിക്കും. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ ദോഷിയാണല്ലോ, ഞാൻ പാപിയാണല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ വിഷമിച്ച് നിൽക്കാതെ എൻ്റെ റബ്ബെന്നെ കൈവിടൂല, അല്ലാഹു എനിക്ക് അഭയം തരും, എൻ്റെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരുന്നുണ്ട് വിചാരിച്ചാൽ അല്ലാഹ് റെഡിയാണ്. അതിന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ നമ്മുടെ ഈ മനസ്സിൻ്റെ ബന്ധം പോലെയാണ് എന്തോ നമ്മുടെ മനസ്സിൽ ഉറച്ചൊരു വിശ്വാസം വേണം. എൻ്റെ റബ്ബെന്നെ കൈവിടൂല. സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനെ, അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ, മദ്യപിച്ച് ശീലിച്ച ആളാണ്, കള്ള് കുടിച്ച് ശീലിച്ച ആളാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കള്ളൊന്ന് ഇറക്കണം, ഓരോ ശീലങ്ങൾ എങ്ങനെ ഉണ്ടാകില്ല. അപ്പോൾ ഇയാൾ ഒരു ദിവസം ആരും അറിയാതെ മാർക്കറ്റിൽ പോയിട്ട് കള്ള് വാങ്ങി കള്ളിൻ്റെ കുപ്പിയുമായിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വരികയാണ്. കള്ളിൻ്റെ കുപ്പിയായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ആരും അറിയാത്ത ഒരു വഴിയിലൂടെ ഇങ്ങനെ മെല്ലെങ്ങനെ പോരുകയാണ്. അപ്പോഴാണ് എതിരെ ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നേരെ മുമ്പിലെത്തിപ്പെട്ട് ഈ ചെറുപ്പക്കാരൻ കള്ളിൻ്റെ കുപ്പിയും പിടിച്ചിങ്ങനെ വരികയാണ്. ഉമർ ഖത്താബ് തങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഉമർ ഖത്താബ് തങ്ങൾ അങ്ങോട്ട് കണ്ടപ്പോൾ ഈ ചെറുപ്പക്കാരൻ പഠിച്ചോനെ ആകെ ബേജാറായി. റബ്ബേ, ഇതാരാണ് ആൾ? ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളല്ലേ? എൻ്റെ കയ്യിലുള്ള ഈ കള്ളിൻ്റെ കുപ്പി എങ്ങാനും ഉമർ ഖത്താബ് തങ്ങൾ കണ്ടാൽ ഉമറാണ് ആള്. അല്ലാ, എന്താണ് സംഭവിക്കുക പടച്ചവനെ? ചെറുപ്പക്കാരൻ ബേജാറായി, വെപ്രാളപ്പെട്ട് കൈകൾ വിറക്കുന്നു, തൊണ്ടയിടറുന്നു, കാലുകൾ വിറക്കുന്നു. ഉമർ ഖത്താബ് തങ്ങൾ അടുത്തെത്തിപ്പോയി. ഉമർ ഖത്താബ് തങ്ങൾ ചോദിച്ചു, ആരാണ്? എവിടെന്നാ വരുന്നത്? ഉമർ ഖത്താബ് തങ്ങളുടെ കനത്ത ശബ്ദം ചെറുപ്പക്കാരന്
ഈ ചെറുപ്പക്കാരന് കയ്യിലുള്ള കള്ളിൻ്റെ കുപ്പി മെല്ലെ തുണിൻ്റെ കമീസിൻ്റെ ഉള്ളിലേക്ക് മാറ്റി പിടിച്ചിങ്ങനെ കൈയിങ്ങനെ പറക്കുന്നു. പഠിച്ചവനെ, എൻ്റെ കയ്യിലുള്ള ഈ കള്ളിൻ്റെ കുപ്പിയെങ്ങാനും ഉമർ ഖത്താബ് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട എന്താണ് പഠിച്ചവനെ സംഭവിക്കുക എന്നുള്ള ബേജാറിൽ ഉമർ ഖത്താബ് തങ്ങൾ ചോദിച്ചു, എന്താ എവിടുന്നാ വരുന്നതെന്ന്. ഞാൻ മാർക്കറ്റിൽ പോയിരുന്നു. എന്താണ് കയ്യിലുള്ളത്? കയ്യിലുള്ളത് എന്താന്ന് പറയാൻ പറ്റുമോ? ഈ ചെറുപ്പക്കാരൻ, അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനോട് പറയേണ്ട പ്രകാരം അങ്ങ് പറഞ്ഞാൽ അള്ളാഹു ഇടപെടുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. അള്ളാഹിന് ആരോടും വാശില്ലല്ലോ. അള്ളാഹ് പറഞ്ഞാൽ ആരാണ്? അള്ളാഹുവിനെ പറ്റി ഒന്നറിയണം. ഒരാളോട് ഒരു പോരോ വാശിയോ അള്ളാഹ്ക്കില്ലല്ലോ. അള്ളാഹു തആല ഉണ്ട് എന്ന് പറയുന്നതിന് അള്ളാഹ് ഭക്ഷണം കൊടുക്കും, ഇല്ല എന്ന് പറയുന്നവനും അള്ളാഹ് ഭക്ഷണം കൊടുക്കും, ഓക്സിജൻ കൊടുക്കും, വായു കൊടുക്കും. ഒരു വിഷയം അള്ളാഹ്ക്കില്ല. മാഷാ അല്ലാഹ്, ഈ ഉമർ ഖത്താബ് തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ കള്ളിൻ്റെ കുപ്പിയാണല്ലോ കയ്യിലുള്ളത്. എന്താ നിന്റെ കയ്യിലുള്ളത്? ഖത്താബ് തങ്ങൾ ചോദിച്ചു. തങ്ങളെ, അതൊരു കുപ്പിയാണ്, എടുക്ക് കാണട്ടെ. ആ സമയം ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഒറ്റ തൗബ ചെയ്യാണ്. തൗബ ചെയ്യാൻ റമദാൻ 25 രാവ് കാത്തിരിക്കണമെന്നില്ല, തൗബ ചെയ്യാൻ 21 രാവ് കാത്തിരിക്കണമെന്നില്ല. ഏത് സമയത്തും തൗബ വേണം. തൗബ നിങ്ങൾ ചെയ്തോ പടച്ചവനേ, അർഹമുർ-റഹീമായ റബ്ബേ, എൻ്റെ ദോഷങ്ങളെല്ലാം ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും എനിക്ക് നീ വിട്ടുപുറത്തു മാപ്പ് ചെയ്യണേ അല്ലാ. അള്ളാനോടങ്ങ് പറഞ്ഞാൽ അല്ല റെഡിയാണ് ഉമ്മമാരെ. അല്ലാ സന്തോഷവാനാണ്, അല്ല റഹ്മത്ത് വിശാലമായവനാണ്. അള്ളാനറിഞ്ഞാൽ പിന്നെ ഒരു ബേജാറുമില്ല. അള്ളാഹിനെ പറ്റി നമ്മൾ മക്കൾക്ക് എന്താ പഠിച്ചു വെക്കുന്നത്? മക്കൾ പഠിപ്പിക്കാൻ ശ്രദ്ധിക്കണോ? അള്ളാഹിനെ പറ്റി അല്ല തീയിലിടും, അല്ല നരകത്തിലിടും പേടിപ്പിക്കുന്ന രൂപമല്ല വേണ്ടത്. അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ അള്ളാഹു റഹ്മത്ത് വിശാലമായവനാണ്. എത്ര തെറ്റ് ചെയ്താലും റബ്ബിൻ്റെ മുമ്പിൽ അങ്ങ് ചെയ്താൽ, ചെന്നാൽ, പറഞ്ഞാൽ, മാപ്പപേക്ഷിച്ചാൽ അള്ളാഹു പുറത്തു തരുന്നവനാണ്. അള്ളാഹ്ക്കൊരാളോടും വിദ്വേഷമോ ദേഷ്യമോ ഭാഷയോ പോലൊന്നുമില്ല. അതുകൊണ്ട് ഉമ്മമാരെ തളരല്ലേ. ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ റബ്ബേ, അതുകൊണ്ട് നീ തളർന്നു കിടക്കല്ല, നീ ഒന്ന് ആക്റ്റീവാവ്. എൻ്റെ റബ്ബെന്നെ കൈവിടൂല, എൻ്റെ റബ്ബിന് റഹ്മത്തുള്ളവനാണ്, എൻ്റെ റബ്ബ് വല്ലാത്ത റഹ്മത്ത് വിശാലമായവനാണ്. 99 ആളെ കൊന്ന ഒരു വലിയൊരു ഭീകരവാദിയായ ഒരാള് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞില്ലേ, അവസാനം 100ാമത്തെ ആൾ ചോദിച്ചു തൗബ ഉണ്ടോന്ന്. ഇല്ലാന്ന് പറഞ്ഞപ്പോൾ അയാളെ കൊന്നു. പിന്നെയും അയാൾക്ക് ടെൻഷനായി, പഠിച്ചവനേ എനിക്ക് മാപ്പില്ലേ. അപ്പോഴല്ലേ പറഞ്ഞു കൊടുത്തത്, ഇന്നാലിൻ്റെ സ്ഥലത്തേക്ക് തൗബ ചെയ്തു അന്വേഷിച്ചു പോകുന്ന വഴിയിൽ തന്നെ പഠിച്ചവനെ മരണം സംഭവിക്കുന്നു. അവിടെ ആ തൗബ അന്വേഷിച്ചു പോയി എന്ന കാരണം കൊണ്ട് അള്ളാഹു അവർക്ക് മാപ്പ് കൊടുത്തില്ലേ. നമ്മൾ ചെറുങ്ങനെന്ന് വിചാരിക്കുമ്പോഴേക്ക് അള്ളാഹുത്തിന് നമ്മളെ കൂടുതലായി അടുക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ ഉമർ ഖത്താബ് തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒറ്റ ദുആ, ഒറ്റ തൗബ ചെയ്യാ. റബ്ബേ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടെങ്ങാനും നീ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ലം അശ്റബ് അബദാ, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ കള്ള് കുടിക്കൂല. ഉമർ ഖത്താബ് തങ്ങളുടെ മുമ്പിൽ വെച്ച് നീ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ പഠിച്ചവനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കള്ളു കുടിക്കൂല. അല്ലാ, തൗബക്ക് എത്ര സമയം വേണ്ടിയാണ്? മനസ്സറിഞ്ഞ, ഹൃദയം അറിഞ്ഞ ഒരൊറ്റ തൗബ. ഉമർ ഖത്താബ് തങ്ങളുടെ കനത്ത ശബ്ദം, എടുക്ക് കുപ്പി കാണട്ടെ. കുപ്പിയെടുത്തു. ആ കുപ്പിയുടെ കാർക്ക് മൂടി ഇങ്ങനെ മെല്ലെ മെല്ലെ അയച്ചു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, കള്ള് വാസനിച്ച് നോക്കുമ്പോൾ സോറഹല്ല, ആ കള്ള് 1-ാം തരം സ്വർക്കയായി മാറിയിരിക്കുന്നു. ഉണ്ടോ? തൗബ സ്വീകരിക്കുമ്പോഴേക്ക് തന്നെ കറാമത്ത് വന്നുപോയി. അതായത് പ്രത്യേകത. ഈ ചെറുപ്പക്കാരൻ്റെ തൗബ അല്ലാഹ് സ്വീകരിച്ചപ്പോഴേക്ക് തന്നെ അല്ലാഹ് കറാമത്തും കൊടുത്തു. എന്താണ്? കള്ളിനെ അല്ലാഹു ആ സ്പോട്ടിൽ തന്നെ സ്വർക്ക അങ്ങ് മാറ്റിക്കഴിഞ്ഞു. കണ്ടോ തൗബൻ്റെ പവർ?
മനസ്സറിഞ്ഞുകൊണ്ടങ്ങ് ചെയ്താൽ, മനസ്സറിഞ്ഞുകൊണ്ടങ്ങ് ചൊല്ലിയാൽ മോളെ ടെൻഷൻ അടിക്കില്ല, ഉമ്മ വിഷമിക്കല്ലേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അങ്ങനെ ചൊല്ലി അങ്ങ് ദുആയിരുന്നാൽ മതി. ഇസ്തിഗ്ഫാർ വല്ലാത്തൊരായുധാണ് മുഅ്മിനീങ്ങളെ. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഇസ്തിഗ്ഫാർ നിങ്ങൾ വർദ്ധിപ്പിച്ചോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അങ്ങനെ ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞു. ഷഅബാനത്ത് പിന്നെ നമുക്കറിയാലോ, വേദനയൊക്കെ കേട്ടിട്ടുണ്ടാകല്ലോ. ഷഅബാനത്ത് നാട്ടിലെ അക്കാലഘട്ടത്തിൽ ഏറ്റവും വേശ്യയായി മോശപ്പെട്ട ജീവിതത്തിൽ ജീവിച്ചൊരു പെണ്ണല്ലായിരുന്നു ഷഅബാനത്ത് മോള്. ഷഅബാനത്ത് മോള് പിന്നെ എന്തായി? ഒരൊറ്റ വാല് കേട്ടില്ലേ? സ്വാലിഹുൽ മുരീദങ്ങളെ വാല് കേട്ടു ഷഅബാനത്ത്. സ്വാലിഹുൽ മുരീദങ്ങളെ വാല് കേട്ടുപോയി. സ്വാലിഹുൽ മുരീദങ്ങൾ എന്ന് പറഞ്ഞാലോ അക്കാലഘട്ടത്തിൽ നല്ല വാല് പറയുന്ന വലിയ മഹാനാണ്, ആരിഫായ വലിയ മഹാനാണ്, നല്ല ശബ്ദഭംഗിയുള്ള ആളാണ് ബഹുമാനപ്പെട്ട സ്വാലിഹുൽ മുരീദങ്ങള്. സ്വാലിഹുൽ മുരീദങ്ങളെ വാലിങ്ങനെ കേൾക്കുകയാണ്. ഷഅബാനത്ത് തൻ്റെ കിങ്കരന്മാരോടൊപ്പം ഇങ്ങനെ ഉല്ലസിക്കുന്ന സമയത്ത് അപ്പുറത്ത് നല്ലൊരു സദസ്സ് കണ്ടപ്പോൾ ആ സദസ്സിൻ്റെ മറവിൻ്റെ ഭാഗത്ത് പോയിരുന്നു കൊണ്ട് വാല് കേട്ടതാണ്. ഇന്നലദൈന അങ്കാലും വജഹീമാ. സുബ്ഹാനല്ലാഹ്, നരകത്തിനെ പറ്റിയുള്ള ഭയാനകമായ രംഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. നല്ല വാല് കേട്ടു. വാല് കേട്ടപ്പോഴേക്ക് തന്നെ മനസ്സിന് മാറ്റം വന്നുപോയി. മനസ്സിന് മാറ്റം വന്നുപോയി. വാല് കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സ്വാലിഹുൽ മുരീദങ്ങളോടൊരു പെണ്ണ് ചോദിക്കാണ്, അല്ല തങ്ങളെ, എന്ത് തെറ്റി അള്ളാഹിനോട് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു മാപ്പ് തരുമോ തങ്ങളെ? സ്വാലിഹുൽ മുരീദങ്ങൾ പറഞ്ഞു, എന്താണ് മോളെ, അള്ളാഹിനോട് അങ്ങ് തൗബ ചെയ്താൽ അള്ളാഹ് റെഡിയാണ് മോളെ. അങ്ങനെ ചോദിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ അറിയപ്പെട്ട ഷഅബാന എന്ന് പറയുന്നൊരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് അള്ളാഹിനോട് തൗബ ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കുമോ തങ്ങളെ? തങ്ങൾ പറഞ്ഞു കൊടുത്തു, മോളെ അള്ളാഹ് സ്വീകരിക്കും മോളെ. അവിടെ വെച്ചുകൊണ്ട് തന്നെ ഷഅബാനത്ത് സുബ്ഹാനല്ലാഹ് തൗബ ചെയ്തുകൊണ്ട് മടങ്ങുകയാണ്. തങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. ഷഅബാനത്തിന് നല്ല വാല് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, കാലങ്ങൾ പിന്നിട്ട് പോയി. കുറേ കൊല്ലത്തിന് ശേഷം സ്വാലിഹുൽ മുരീദങ്ങൾ മക്കത്ത് ഹറമിൽ തവാഫ് ഇങ്ങനെ ചെയ്യാണ്. തവാഫ് ചെയ്യുന്ന സമയത്ത് സുബ്ഹാനല്ലാഹി ജല്ല ജലാലുഹു സ്വാലിഹുൽ മുരീദങ്ങൾ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ അതാ ഒരു പെണ്ണിങ്ങനെ വരുന്നു. സുബ്ഹാനല്ലാഹ്, നേരെ വരുന്നു. മെലിഞ്ഞൊരു പെണ്ണാണ്. മുഖം ഈമാനികമായ പ്രകാശം കൊണ്ട് ലംഘുന്നുണ്ട്. ആ ഷഅബാനത്ത് ബീവി ചോദിക്കുന്നു, സ്വാലിഹുൽ മുരീദങ്ങളെ, എന്നെ നിങ്ങൾ അറിയുമോ തങ്ങളെ? സ്വാലിഹുൽ മുരീദങ്ങൾ ചോദിച്ചു, മോളെ നീ ആരാണ്, നീ ആരാണ്? പറഞ്ഞു, തങ്ങളെ അന ഷഅബാന, ഞാൻ ഷഅബാനത്താണ് തങ്ങളെ. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ലോകത്തേക്ക് ഷഅബാനത്ത് മോള് ഉയർന്നുപോയി. ഷഅബാനത്ത് ബീവി റളിയല്ലാഹു അൻഹാ. അപ്പോൾ അവസരം നമുക്ക് മുമ്പിലുണ്ട്, നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. അള്ളാഹു നമ്മുടെ മുമ്പിൽ അവസരങ്ങൾ, നന്നാവാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ അള്ളാഹു തന്നിട്ടുണ്ട്, നമുക്ക് ഉപയോഗപ്പെടുത്താം. അള്ളാഹു കാരുണ്യവാനാണ്. അള്ളാഹു റഹ്മത്ത് വിശാലമായി ചൊരിയുന്നവനാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണേ റഹ്മാനേ.